ഇല്ല. എന്നാ ബുക്ക് എടുത്ത് എഴുതി. ബുക്ക് എവിടെ? ബുക്കില്ലെന്നോ? എന്ത് പറയണ്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്തി സാർ. കണ്ടായിരുന്നു സാർ ആ പിങ്ക്. ഹലോ ദേ പോയി. അനുഗ്രഹേ ബുക്ക് എവിടെ? ഹലോ ബുക്ക് താഴെ ഉണ്ട്. ഇല്ല. ഹലോ ബുക്ക് എവിടെ? ബുക്ക് എടുത്തോ? ബുക്ക് എടുത്ത് എന്നാ എഴുതിക്കോ. ഓക്കെ. ചാപ്റ്റർ 3 സ്ക്വയർ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ വർഗ സമവാക്യങ്ങൾ. ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പോ തന്നെ നമുക്കറിയാം എന്താണ്. ഓക്കെ, എന്താണ് ദേവർഷേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്തേ. കൊച്ചിന് എന്താ ചോദിക്കാനുണ്ട്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്തു സാറേ. സെർച്ച് ചെയ്തിർക്ക്. ദേവർഷ് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, എഴുതിയോ? അപ്പൊ എല്ലാവരും ചാപ്റ്ററിന്റെ പേരൊക്കെ എഴുതി. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് പേര് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്ക്വയർ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ വർഗ സമവാക്യങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ദേവർഷേ കുട്ടാ അൺമ്യൂട്ട് ചെയ്തോ. എന്താണ് സംഭവം? ബാക്കി നല്ല നമ്മൾ സ്ക്വയേഴ്സ് ഫ്രണ്ടിലല്ലേ എഴുതിക്കണേ. ട്രയാങ്കിൾസ് ഫ്രണ്ടിൽ എഴുതി. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ പറഞ്ഞില്ലേ ഇനി തൊട്ടിട്ട് ബാക്കിൽ എഴുതണം എന്ന്. സാറില്ല, എന്നാ ബാക്കിൽ എഴുതിക്കോ. ബാക്കിൽ എഴുതിക്കോ. പക്ഷെ ഇപ്പൊ ബാക്കിൽ ഫ്രണ്ടിലും ഒക്കെ ആയി പോയല്ലോ. ഓക്കെ, അത് അന്ന് വന്നപ്പോ ചെറിയൊരു സംഭവം പറ്റിയതാണ്. മിസ് പറയാൻ വിട്ടുപോയതാണെന്ന്. ഓക്കെ, ഫ്രണ്ടിൽ തന്നെ ഉള്ളവരൊന്ന് ഡാറ്റ വന്നേ. ഫ്രണ്ടിൽ തന്നെയാണ് സ്ക്വയേഴ്സും ഇപ്പൊ സ്ക്വയർ ഐഡന്റിറ്റീസും വന്നേക്കണം എന്നുള്ളവര്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഫ്രണ്ടില് വേറെ ട്രയാങ്കിൾസ് ബാക്കിൽ എഴുതിയവർക്ക് അത് പ്രശ്നമാവില്ല. ട്രയാങ്കിൾസ് അവിടെ പോകും. രേഷ്മാംസിന്റെ ടോപ്പിക് ബാക്കിലും എന്റെ ടോപ്പിക് ഫ്രണ്ടിലും ആയിട്ട് പൊക്കോളും. പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, യെസ്, നമുക്ക് ആഘോഷിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ചെറിയൊരു സെലിബ്രേഷൻ പരിപാടി ഉണ്ടല്ലോ സാറേ. ഓക്കെ, നമുക്കപ്പോ നോക്കാം എന്തായാലും വർഗ സമവാക്യങ്ങൾ. സാർ ഒന്നും കൂടി മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അപ്പൊ എല്ലാവരും ചാപ്റ്ററിന്റെ പേരൊക്കെ എഴുതിയോ? ചാപ്റ്ററിന്റെ പേരൊക്കെ എഴുതിയോ? ഉഷാറാണ്, എഴുതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മള് സ്ക്വയേഴ്സിൽ പഠിച്ചു കുറച്ച് കാര്യങ്ങൾ. എങ്ങനെയാണ് ഒരു സംഖ്യയുടെ വർഗം കണ്ടുപിടിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് അതിന്റെ എന്താണ് ബോക്സ് വരച്ചിട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡെസിമൽ സ്ക്വയേഴ്സ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, ഡെസിമൽ സ്ക്വയേഴ്സ് ഒക്കെ പഠിച്ച കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തും പഠിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ എന്ത് വെച്ചിട്ട് അവിടെ പഠിക്കണ്ടേ? കുറച്ച് സമവാക്യങ്ങൾ എന്ന് കണ്ടോ, അതായത് കുറച്ച് ഇക്വേഷൻസ് ഇതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കണം. പതിയെ പതിയെ നമുക്ക് അതൊക്കെ നോക്കി അങ്ങോട്ടേക്ക് എത്താം. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. ഓൾ സ്റ്റാൻഡപ്പ്, ഓൾ സ്റ്റാൻഡപ്പ്. എക്സാം എഴുതി കുറച്ചൊരു ക്ഷീണിച്ചിരിക്കുന്നുണ്ട്. ഓൾ സ്റ്റാൻഡപ്പ്. ഓക്കെ, എല്ലാവരും എഴുന്നേറ്റേ, എല്ലാവരും എഴുന്നേറ്റേ. ഹാദിയ എന്തേ പയ്യെ എണീച്ചേ? അതൊക്കെ മഹാദേവ് മറ്റേ കസേരയൊക്കെ എടുത്ത് പുറകിലേക്ക് ഇട്ട് ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ? യെസ്, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. പ്രണവേ ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. മഹാദേവി ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. നമ്മളുടെ വലത്തേ കൈ ഇനി ബാക്കിലോട്ട് കറക്കിക്കേ. വലത്തേ കൈ ഇനി ബാക്കിലോട്ട് കറക്കാം. ഓക്കെ, അതെ അതെ, മുന്നിലോട്ടും പിന്നിലോട്ടും കറക്കുക. ഇനി ഇടത്തേക്ക് 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 ബാക്കിലോട്ട്. കാവ്യ ഇരുന്നോണ്ടാണോ കറക്കുന്നേ? അല്ല, കാവ്യ എഴുന്നേറ്റിക്കുവാണോ? കാവ്യ എന്നല്ലേ ആളുടെ പേര്? മൂന്നാമത്തെ റോയില് രണ്ടാമത്തിരിക്കുന്ന ആളുടെ പേര് കാവ്യ എന്നല്ലേ? കാവ്യ ഇരിക്കുവാണല്ലോ. നിക്കുവാണോ? ഇരിക്കുവാണ്. ഇരിക്കുവല്ലേ? അല്ല, നിക്കാണല്ലേ. ഓക്കെ ഓക്കെ, ശരി ശരി. പെട്ടെന്ന് നോക്കുമ്പോ കാണുന്നില്ല. ഓക്കെ, കസേര ദൈവണ്ടിപ്പെടുന്നത്. ഓക്കെ, യെസ്. ഇനി കഴുത്ത് പതിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തേ. കഴുത്ത് പതിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തേ. പതിയെ റൊട്ടേറ്റ് ചെയ്യിക്കണം കേട്ടോ, പെടലിൽ ഉളുക്കരുത്. പതിയെ 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 റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചേ. ഓക്കെ, യെസ്. ഇനി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് എളിയിൽ കുത്തി നിന്നേ. ഓക്കെ, എന്നിട്ട് പതിയെ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും കൈ പോട്ടെ.
അതെ അബ്രാമേ. ആ ഓക്കെ യെസ്, അത് സിമ്പിൾ ആയിരുന്നു. ഓക്കെ ഇരുന്നോ. ഇനി എല്ലാവരും ഇരുന്നോ. ഓക്കെ സാർ ഒന്ന് മ്യൂട്ട് ചെയ്തേ. നമുക്കപ്പോ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം തന്നെ 10 മിനിറ്റ് മ്യൂട്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു നമ്പറിന്റെ സ്ക്വയർ നമ്മൾ കഴിഞ്ഞ തവണ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നോക്കാം അല്ലെ. ഓക്കെ, അപ്പോൾ നമ്മളൊരു നമ്പർ എടുക്കുവാണ്. നോർമൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ എടുക്കാം. 22ന്റെ സ്ക്വയർ നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻ പ്രകാരം അല്ലെ, നമ്മൾ ഇന്ന് എക്സാമിന് ചെയ്ത ക്വസ്റ്റ്യൻ പ്രകാരം എങ്ങനെയാണ് നമ്മൾ സെല്ലൊന്നും വരയ്ക്കേണ്ട, അല്ലാതെ കണ്ടുപിടിച്ചേ 22ന്റെ സ്ക്വയർ. ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ 22ന്റെ സ്ക്വയർ. 22 ചെയ്യാനല്ല കേട്ടോ, അറിയാലോ അല്ലേ. എല്ലാവരും അങ്ങനെ ചെയ്തു വെക്കല്ലേ. 22ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു, പെട്ടെന്ന് അങ്ങനെ ചെയ്തു എന്ന് പറയരുത് കേട്ടോ. ഓക്കെ യെസ്, കൃത്യമായിട്ട് തന്നെ 22ന്റെ എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ പഠിച്ച ആ മെത്തേഡ് പ്രകാരം കേട്ടോ. ഓക്കെ യെസ്, മ്യൂട്ട് ചെയ്തേ. ഓക്കെ കിട്ടുന്നുണ്ടോ? വെരി ഗുഡ്, സൂപ്പർ. പവിത്ര സുരേഷ് കറക്റ്റ് ആണോ? 22ന്റെ സ്ക്വയർ കിട്ടിയ ഒരു മെസ്സേജ് ചെയ്തോ കേട്ടോ. കിട്ടിയ ഒരു മെസ്സേജ് ചെയ്തോ, കാരണം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുന്നില്ല. കോട്ടുവായി ഇടല്ലേടോ മഹാദേവേ, അവിടെ കോട്ടുവായി ഇടണവൻ. ഓക്കെ കിട്ടിയോ? സേറാമരിയ കുട്ടാൻ കിട്ടിയോടാ? സേറാമരിയെ തന്നെ നമുക്കൊന്ന് വിളിക്കാം. സർദലി ലാസ്റ്റ് ഇരിക്കുന്നു കേട്ടോ, കണ്ടായിരുന്നു? സേറാമരിയ ഓക്കെ. എത്രയാണ് കിട്ടിയത് ആൻസർ 22ന്റെ സ്ക്വയർ ചെയ്തപ്പോ? വെരി ഗുഡ് മിടുക്കി, 484 എന്നാണ് കിട്ടിയത് അല്ലെ. എല്ലാവർക്കും ആ ആൻസർ കിട്ടിയവരൊന്ന് ടാറ്റ തന്നി. കിട്ടിയവരെല്ലാവരും തന്നെ ടാറ്റ തന്നി. യെസ്, എളുപ്പമാണല്ലേ, നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. 484 അല്ലേ. യെസ്, നമുക്കൊന്ന് നോക്കിയേക്കാം എങ്ങനെയാണ് നമ്മളത് ചെയ്തതെന്ന്. അറിയില്ലാത്തവർ കൂടി ഒന്ന് നോക്കാം. യെസ്, അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം ചോദിച്ചേക്കട്ടെ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയതായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളവരൊന്ന് റേസ് ഹാൻഡ് ചെയ്തേ. അല്ലെങ്കിൽ മാത്സ് ക്ലാസ്സിൽ അല്ലെങ്കിൽ എന്നെ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു തിരുമോന്ത കാണുന്നത് എന്നുള്ളവർ ഒന്ന് റേസ് ഹാൻഡ് ചെയ്തേ. ഇതിന് മുന്നേ ഇങ്ങനെ ഒരു മുഖം കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവരൊന്ന് റേസ് ഹാൻഡ് ചെയ്തിടാം. വിസ്മയ വിൻസൻ അല്ലേ ഇപ്പൊ റേസ് ഹാൻഡ് വന്നത്? ഇല്ല, വിസ്മയ ഇവിടെ ഉള്ള ആളാണ്. തേന ആരൊക്കെയാണ്? അസിയ, അഞ്ജിത്ത്, തുവാനിസ. ഓക്കെ, തുവാനിസ അതാണ് കഴിഞ്ഞ ദിവസം ഒന്നും ഞാൻ ആ പേര് കേട്ടിട്ടില്ല. അതാണ് പേര് കണ്ടപ്പോൾ ഞാൻ ആദ്യമേ പൊക്കിയത്. ഓക്കെ, അപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയി. പുതിയ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കാം, ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആകെ 2 ക്ലാസ്സേ ഉള്ളൂ കാണാൻ കേട്ടോ. നിങ്ങൾ ലക്കിയാണ്, ആകെ 2 ക്ലാസ് ഉണ്ടാവും മതി. കാരണം ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് 2 ക്ലാസ്സിൽ തന്നെ നമ്മളുടെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. സോ 2 ക്ലാസ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. 3 പേരും ഒന്ന് ടാറ്റ തന്നേ. ആസിയ ആൻഡ് ദുവാനിസ ആൻഡ് അഞ്ജിത്ത്. അഞ്ജിത്ത് പറ്റിക്കാൻ വേണ്ടി റീസെന്റ് ചെയ്ത് നിൽക്കുവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ 22ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ഒന്നുകൂടി ഒന്ന് പറയാണ്. 22ന് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരാളൊന്ന് വിളിക്കാം. പഴയ ആൾ വിളിച്ചാൽ സാറേ, പഠിച്ചു തന്നെ നവീൻ. യെസ്, നവീനെ കൂട്ടാം. റീസെന്റ് ചെയ്തിരിപ്പുണ്ടവൻ. പറഞ്ഞേ 22 നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? വെരി ഗുഡ് മിടുക്കൻ. വെരി ഗുഡ്. അവന്റെ ഒരു ആവേശം കണ്ടില്ല സാറേ. 20 + 2 ദ ഹോൾ സ്ക്വയർ. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? 20 സ്ക്വയർ പ്ലസ് ബ്രാക്കറ്റ് 20 ഇൻടു 2 2 മിടുക്കൻ. വെരി ഗുഡ്. ഇനി എന്ത് ചെയ്യും? പ്ലസ് 2 സ്ക്വയർ. സൂപ്പർ, അടിപൊളി. ഓക്കെ, മ്യൂട്ട് ചെയ്തിട്ട് കൂട്ടാ. നമുക്ക് അടുത്തൊരാളോട് നമുക്ക് അതിന്റെ ആൻസേഴ്സ് ഒക്കെ ചോദിച്ച് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാം. ആരാണ്?
വിസ്മയ. ആ ഇപ്പൊ വിളിച്ച വിസ്മയാണല്ലേ സാറേ ഇത്. മോനയുടെ അറേഞ്ച്മെന്റ് എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? തല മാത്രം വെട്ടി ഒട്ടിച്ച പോലെ ഉണ്ടല്ലോ. ബുക്കൊക്കെ എവിടെയാടോ? അതവിടെ ഉണ്ട്. എന്നാ ക്യാമറ കുറച്ച് ബാക്കിലോട്ട് ഇറക്കി വെച്ചേ. ഫോണിലല്ലേ ക്ലാസ് കാണുന്നേ? അതെ. ആ അപ്പൊ ഒന്ന് ഇറക്കി വെച്ചേ, ബാക്കിലോട്ട് ഇറക്കി വെച്ചേ. ആ ഓക്കെ, ഇപ്പൊ ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞോ, 20ന്റെ സ്ക്വയർ എത്രയാ? 400. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് വരുമ്പോ എന്ത് കിട്ടും? അതല്ലടാ, ഇത് മൾട്ടിപ്ലിക്കേഷൻ മാത്രം ചെയ്യുമ്പോ 80. ഓക്കെ, ഇനി 2ന്റെ സ്ക്വയർ 4. ഓക്കെ, മൂന്നും കൂടി കൂട്ടുമ്പോ സം ചെയ്തെടുക്കുമ്പോ 400 പ്ലസ് 80 പ്ലസ് 4 ചെയ്യുമ്പോ ഓക്കെ, വെരി ഗുഡ്, മിടുക്കി. 484. അറിയില്ലാതിരുന്നവർ കൃത്യമായിട്ട് എഴുതിയെടുക്കാം. അറിയില്ലാതിരുന്നവര് കൃത്യമായിട്ട് തന്നെ എഴുതിയെടുക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാം. 22ന്റെ സ്ക്വയർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇങ്ങനെയാണ് 22ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചത്. പക്ഷേ ഇത്തവണ നമുക്ക് പുതിയ ഒരു സംഭവത്തിലേക്കാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിൽ ഈ ചാപ്റ്റർ തുടങ്ങിയെങ്കിലും ഒന്ന് ടാറ്റ തന്നേ. ക്ലാസ്സിൽ ഈ ചാപ്റ്റർ തുടങ്ങി ഇക്വേഷൻ ഒക്കെ പഠിച്ചു എന്നുള്ളവരൊന്ന് ടാറ്റ തന്നേ. സാറേ മൊത്തത്തിൽ ഒന്ന് കാണിക്കാമോ? പഠിച്ചെങ്കിലും ഒന്ന് ടാറ്റ തന്നേ. ആ കുറച്ച് പേര്, വളരെ കുറച്ച് പേരുടെ സ്കൂളിൽ എത്തിയിട്ടുള്ളൂ. ഓക്കെ ഫൈൻ. അപ്പൊ എന്തായാലും അത് കൊള്ളാം. നമുക്കപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഒരാളെ പരിചയപ്പെടുവാണ്. അപ്പൊ ഞാൻ ആളെ കാണിക്കും. അപ്പോൾ അത് ആരാന്ന് നിങ്ങളൊന്ന് പറയണേ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ്. ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും പുള്ളി അറിയാൻ പറ്റും. യെസ്, എവിടെ പുള്ളി? എവിടെ? ആ യെസ്, ആരാണ് മക്കളെ ഇത്? ആരെ പുള്ളി? വെള്ളയ്ക്കിട്ട് വന്നിരിക്കുന്നേ ഇതാരാ? നമ്മളുടെ ഗൗരി ഗൗതം. അവന്മാരെ വിളിച്ചേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ട് ഒരു കണ്ടില്ല. ഹലോ കുട്ടന്മാരെ, ഹലോ, ഇവിടേക്ക് ഉണ്ടായിരുന്ന ഞാൻ കണ്ടില്ലല്ലോ ഇത്രയും ദിവസം. ഞാൻ 2 ദിവസം ക്ലാസ് കയറിയിട്ട് നിങ്ങളെ കണ്ടില്ല. ഷെടാ. പറഞ്ഞേ, ഇതാരാന്നറിയാമോ? കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ ആരാന്ന് പിടിയിട്ടുള്ള. അത് തന്നെ, കുറച്ചേര് മെസ്സേജ് അയക്കുന്നുണ്ട്. പുള്ളിയുടെ പേരെന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ഇല്ല, പേര് ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല. തിലകനാണ് എന്ന് പറയുന്നുണ്ട്. പുള്ളിയുടെ അതിനകത്ത് പേരാ ഞാൻ ചോദിച്ചേട്ടാ. ഇത് തിലകനാണ്, സ്ഫടികം മൂവിയാണ്. ശരിയാണ്. ഓക്കെ, ആരാ പറയുന്നേ? പേരറിയാവുന്നതിനെ കുറിച്ചൊരു ടാറ്റ് തരുന്നത് സാറേ. കൃഷ്ണദേവ്. കൃഷ്ണദേവ് എന്ന് വിളിച്ചേ. ഇരിക്കുന്നു മുകളില്. ഓക്കെ, കൃഷ്ണദേവി കുട്ടാ, ഇതാരത്? യെസ്, ഗുഡ് മോർണിംഗ് കൃഷ്ണദേവ്. എനിക്ക് അറിയായിരുന്നു ആദ്യം ഗുഡ് മോർണിംഗ് പറയുള്ളൂ. പറഞ്ഞോ. യെസ്, ചാക്കോ മാഷാണ് നമ്മുടെ. കടുവ ചാക്കോ എന്ന് നമ്മളാണ് ആ സിനിമയിൽ പുള്ളിയെ വിളിക്കുന്ന പേരല്ലേ? യെസ്, പുള്ളി ഇതിനകത്ത് ആ ക്ലാസ്സിലേക്ക് കയറി വന്നിട്ടുള്ള ഒരു സീനാണല്ലേ അത്. എന്നിട്ട് എന്താണ്, ഈ ഒരു ഇക്വേഷൻ ചോദിക്കും. ഇക്വേഷൻ ചോദിക്കുമ്പോ പുള്ളി അവിടെ നിന്നോണ്ട് ഇങ്ങനെ എന്താണ് തപ്പി തടഞ്ഞ് നിൽക്കുമ്പോഴാണ് പുള്ളി പറയുന്നത് ബബ്ബ എന്ന് പറയുന്ന ഒരു സീനാണല്ലേ അത്. ഓക്കെ, യെസ്. അപ്പൊ ആ സീനിൽ പുള്ളി ചോദിക്കുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. എന്നിട്ട് ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മറ്റേ പഠിപ്പിയായിട്ടുള്ള പയ്യന്റെ പേരെന്താണ് അതിനകത്ത്? ബാലു അല്ലെ? ബാലു വന്നിട്ട് വേഗം A = 0 എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആൻസർ വല്ല മിടുക്കനായിട്ട് ചാടി കയറി പറയോ അല്ലെ? ആ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ പറയുന്ന ഇക്വേഷൻസ് മൊത്തം ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഏതാണ് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ എന്ന്. അതിന്റെ തിയറം ആണ് മക്കളെ ഇവിടെ കിടക്കുന്നത്. തിയറം നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് തിയറത്തിൽ പറയുന്നത്? തിയറം വായിച്ച കാര്യമായിട്ടൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല, എന്നാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എന്താ നോക്കാം. The square of the sum of two numbers is equal to the sum of the squares of these numbers and twice their product. എന്തെങ്കിലും മനസ്സിലായോ? വല്ല പിടികിട്ടിയോ? ഇല്ല, ഒന്നും പിടികിട്ടാനായിട്ട് സാധ്യതയില്ല അല്ലെ? നമുക്കിനി മലയാളം കൂടി ഒന്ന് വായിച്ചു നോക്കാം. രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗം സംഖ്യകളുടെ വർഗങ്ങളുടെയും അവയുടെ ഗുണനഫലത്തിന്റെ 2 മടങ്ങിന്റെയും തുകയാണ്. നമുക്കൊന്ന് നോക്കാം എന്തായാലും ഈ കാര്യങ്ങൾ എന്താണ് പറയുന്നത്. The square of sum of two numbers, 2 സംഖ്യകളുടെ തുകയുടെ വർഗം അല്ലെങ്കിൽ സമ്മിന്റെ സ്ക്വയർ. അതാണ് ഏറ്റവും ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത്. ശ്രദ്ധിച്ചേ, സ്ക്വയർ ഓഫ് ദി സം ഓഫ് 2 numbers. 2 സംഖ്യകളുടെ സം എടുത്തു, അതാണ് 20 + 2. അത് ക്ലിയർ ആയിട്ട് ആറ്റോ നീ 20 + 2 എന്ന് എഴുതിയപ്പോൾ അത് സമ്മായി മാറി അല്ലെ? പ്ലസ് ഇട്ടാൽ അത് സമ്മായി അല്ലെങ്കിൽ അതിന്റെ തുകയായി മാറി മലയാളത്തിൽ. അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണെന്ന് പറയുന്നത് മക്കളെ? എന്തിനോട് തുല്യമാണെന്ന് പറയുന്നത്? ഈസ് ഈക്വൽ ടു ദ sum of the squares of these numbers. ഈ പറയുന്ന സംഖ്യകളുടെ
സ്ക്വയറിന്റെ തുകയ്ക്കും ആൻഡ് ട്വൈസ് ദെയർ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് ചെയ്യേണ്ടത്? പ്ലസ് ചെയ്യണോ, മൈനസ് ചെയ്യണോ, മൾട്ടിപ്ലൈ ചെയ്യണോ, ഡിവൈഡ് ചെയ്യണോ? പാർത്ഥിവേ, എന്താണ് പരിപാടി? പാർത്ഥിവ് ജയപ്രകാശ്, ആ എന്താണ് പരിപാടി? അൺമ്യൂട്ട് ചെയ്തേ. ക്യാമറ സെറ്റ് ചെയ്താണ്. എന്ത് പറ്റി അതിനിടയ്ക്ക്? വീഴുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് വെക്കപ്പോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കട്ടോ. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു ആൻഡ് ട്വൈസ് ദിയർ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് മക്കളെ? ഒന്ന് സിമ്പിൾ കാണിച്ചു. ഒരാളുടെ സിമ്പിൾ കാണിച്ചു തുടങ്ങി. പ്ലസ് ചെയ്യണോ, മൈനസ് ചെയ്യണോ, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണോ, ഡിവൈഡ് ചെയ്യണോ? എന്താ ചെയ്യണ്ടേ? നമ്മുടെ സിമ്പിൾ കാണിച്ചേ. മൾട്ടിപ്ലിക്കേഷനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് എന്ന് കണ്ടാൽ അവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് മക്കളെ ചെയ്യേണ്ടത്. അതായത് ട്വൈസ് ദെയർ പ്രൊഡക്റ്റ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇരട്ടി എടുക്കല. ഇരട്ടി, ഡബിൾ എടുക്കുന്നതിനെയാണ് നമ്മൾ ട്വൈസ് എന്ന് പറയാം. ഓക്കെ, 2 മടങ്ങ്. കണ്ടോ, മലയാളത്തിൽ 2 മടങ്ങ് അല്ലെങ്കിൽ ഇരട്ടി എന്നൊക്കെ നമ്മൾ പറയാം. ട്വൈസ് ദെയർ പ്രൊഡക്റ്റ്, അതായത് ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 20 into 2 ചെയ്താലാണ് ഇവന്മാരുടെ രണ്ടുപേരുടെയും പ്രൊഡക്റ്റ് കിട്ടുക. ആണെങ്കിൽ ഒന്ന് ഡാറ്റ തന്നി. ഈ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ 20 into 2 രണ്ടുപേരെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിന്റെ ട്വൈസ് എടുക്കാൻ പറഞ്ഞാൽ വീണ്ടും അതിന്റെ 2 ഇരട്ടി എടുക്കണം. അപ്പൊ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് തന്നെയല്ലേ നമ്മളിപ്പോ പഠിച്ചത്. ഇതേ കാര്യം വെച്ചിട്ടാണ് നമ്മളിപ്പോ 484 എന്ന് പറയുന്ന ആൻസർ കണ്ടുപിടിച്ചത്. പിടി കിട്ടിയോ? അപ്പൊ എന്തായാലും നമുക്ക് തിയറം ഒന്നും പഠിക്കാനായിട്ടില്ല. നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇക്വേഷൻ ദേ പിടിച്ചോ. കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാവരും എഴുതിയെടുത്തോട്ടോ. യെസ്, എക്സ് പ്ലസ് ബൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ കുറച്ച് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, മിസ് എയും ബിയും വെച്ചിട്ട് ചെയ്യാലോ? എയും ബിയും വെച്ചിട്ട് ചെയ്യാം, നോ പ്രോബ്ലം. എങ്ങനെ ചെയ്താലും ആൻസർ തെറ്റിക്കാതിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് ഇങ്ങനെയും എഴുതാം. a plus b the whole square is equal to a square plus 2ab plus b square. അങ്ങനെയും നമുക്ക് എഴുതാം കേട്ടോ. 2xy അവസാനം വന്നാലും 2xy നടുക്ക് വന്നാലും പ്രശ്നമൊന്നുമില്ല. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ എഴുതാം. കുറച്ചു പേർക്ക് അവസാനം വരുന്നതാണ് ഇഷ്ടം. 2xy അവസാനം വരുന്നതാണ് ഇഷ്ടം എന്നുള്ളൊരു ഡാറ്റ തന്നേ. എനിക്ക് അവസാനം വരെ കാണുന്നതാണ് ഇഷ്ടം. ഓക്കെ, നടുക്കുള്ളവരുന്ന് ഡാറ്റ തന്നേ. നടുക്ക് ഇഷ്ടമുള്ളവരുന്ന് ഡാറ്റ തന്നേ. എനിക്കും അതെ, നടുക്കാണ് ഇഷ്ടം. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അത് എവിടെ ഇട്ടാലും പ്രശ്നമില്ല. പക്ഷേ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ തെറ്റിക്കാതിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അല്ലെങ്കിൽ എ പ്ലസ് ബി ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഇത് മുകളിൽ നോക്കി എഴുതാം കേട്ടോ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതുപോലെ എഴുതിയിട്ട് ഒരു ബോക്സിലാക്കി തന്നെ വെച്ച് എൻ്റെ മക്കള്, ബോക്സിലാക്കി തന്നെ വെക്കണം. കൃത്യമായിട്ട് തന്നെ അത് ചെയ്യണം. ഓക്കെ, ഓക്കെ ആണല്ലോ? യെസ്, മ്യൂട്ട് ചെയ്തേ. പെട്ടെന്നൊന്ന് പഠിച്ചു മക്കളെ, പെട്ടെന്ന് നമ്മുടെ ഇക്വേഷൻ ഒന്ന് പഠിച്ചേ. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഓക്കെ, എഴുതി കഴിഞ്ഞോ? എഴുതി. പെട്ടെന്ന് തന്നെ പഠിച്ചേ, പെട്ടെന്ന് തന്നെ പഠിച്ചു. ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കൂ കേട്ടോ. വേഗം തന്നെ നമ്മളത് എഴുതി വെച്ച് ഒന്ന് കണ്ണടച്ച് പറഞ്ഞു നോക്കാം. യെസ്, പഠിച്ചു എന്ന് കുറച്ചുപേര് പറയുന്നുണ്ട്. വെരി ഗുഡ്. ബോക്സിലൊക്കെ ആക്കി വൃത്തിയായിട്ട് വയ്ക്കണം കേട്ടോ. വൃത്തിയായിട്ട് തന്നെ അത് വയ്ക്കണം. ഓക്കെ, എന്താ പറ്റും ബുഷറോ? എന്താണ് ഇങ്ങനെ കൺഫ്യൂഷനോടെ നോക്കുന്നേ? ഇല്ല, ചോദിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സാറേ. എന്ത് പറ്റി? ഓക്കെ, ശരി. ഓക്കെ ഓക്കെ, ഇത് പഠിച്ചോ? ഇക്വേഷൻ പഠിച്ചോ? പഠിച്ചോണ്ടിരിക്കണം. ഓക്കെ, വേഗം ആയിക്കോട്ടെ. ഓക്കെ, ഇപ്പൊ 1 മിനിറ്റ് ടൈം. വേഗം പഠിക്കാം. വേഗം പഠിക്കാം. 1 മിനിറ്റ് ടൈം. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്ത് സാർ.
ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ബ്രേക്ക് വരും. അപ്പോൾ ബ്രേക്ക് ടൈമിൽ ഒരു 3 പേര് ബ്രേക്ക് ടൈമിന് പോകണ്ട, ഇവിടെ ഉണ്ടാവണം. കൃത്യമായിട്ട് ക്ലാസ്സിൽ ഇത്തിരി ശ്രദ്ധ കുറവുണ്ട്. ഈ ഒരു ഇക്വേഷൻ പഠിച്ച് കേൾപ്പിച്ചിട്ട് അവർ പോയാൽ മതി. ഞാൻ പേര് വിളിക്കട്ടെ. ഏറ്റവും ആദ്യം തന്നെ സാരംഗ്. സാരംഗ് എന്താണ് അവിടെ വള്ളിമയൊക്കെ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്? ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് എന്താണ്? അൺമ്യൂട്ട് ചെയ്യണ്ട, ഇവിടെ നിന്ന് ഉണ്ടാവണം കേട്ടോ. ഓക്കെ, പിന്നെ ആരാണ്? അൽന തെരേസ അല്ലേ? അൽന തെരേസ. ഓക്കെ, ഇനി അടുത്ത ആള് ഗൗതമും നമ്മളുടെ ഗൗരി ആയിരുന്നില്ലേ ആളുടെ പേര്? ഗൗതം ആൻഡ് ഗൗരി ഇവിടെ ഉണ്ടാവണം കേട്ടോ. കഴിഞ്ഞ പോലത്തെ പോലെ ഇക്കൊല്ലം അങ്ങനെ തന്നെയാണ്. ഇനി ഇപ്പുറത്തിരിക്കുന്ന ആളായിരുന്നു സാറേ? ഒരാളും കൂടി ഉണ്ടല്ലോ അറ്റത്ത്. അശ്വിൻ. അശ്വിൻ ഇവിടെ ഉണ്ടാവണം കേട്ടോ. അപ്പൊ ഈ 4 പേരുടെ പേര്, 5 പേരുണ്ട്, അവർ രണ്ടുപേരും ഒരു ഐഡിയ ആണ്. അശ്വിൻ, സിദ്ധാർത്ഥൻ, 4 പേരും ഇവിടെ ഉണ്ടാവണം. ബ്രേക്കിന് പോകണ്ട. ഓക്കെ, പഠിച്ച് കേൾപ്പിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പൊ പഠിച്ചേ, ഇപ്പൊ തന്നെ പഠിച്ചോളൂ എല്ലാവരും. ഓക്കെ, നമ്മുടെ 2 പേരെ വിളിക്കാം. ബൃന്ദ ആൻഡ് ഭാഗ്യ. അപ്പോ പറഞ്ഞൂടെ എനിക്ക് ബേസിക് ക്ലാസ്സിന് പഠിച്ചതാണ് എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ സ്ലൈഡ് ഒന്ന് മാറ്റുവാണ്. ബൃന്ദ ആൻഡ് ഭാഗ്യ ഒന്ന് പറഞ്ഞേ. ബേസിക് ക്ലാസ്സിൽ പഠിച്ചാണെന്നൊക്കെ കുറച്ച് പേര് പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞോണോ? ആരാണ് ആദ്യം പറയുന്നത്? ഇത് ബൃന്ദ. ആരാണ് ബൃന്ദ? ഡബിളാണ് ബൃന്ദ. ഓക്കെ, അപ്പൊ ഇത് ബൃന്ദ, ഇത് ഭാഗ്യ. പറഞ്ഞോ, ബൃന്ദ പറഞ്ഞോ ആദ്യം. എന്താണ് നമ്മളുടെ ഇക്വേഷൻ? ഏറ്റവും ആദ്യത്തെ കാര്യം പറ. ഏറ്റവും ആദ്യത്തെ a plus b the whole square. മക്കളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാട്ടോ. അത് പറയുമ്പോൾ a plus b square എന്ന് പറഞ്ഞു വെക്കല്ലേ, അത് തെറ്റാണ്. a plus b the whole square എന്ന് വേണം പറയാൻ. നമ്മൾ 2 പേർക്കും സ്ക്വയർ കൊടുക്കുന്നുണ്ട് കേട്ടോ. a plus b square എന്ന് പറഞ്ഞാൽ നമ്മൾ a ന് ഒഴിവാക്കി b ന് മാത്രം സ്ക്വയർ കൊടുക്കുന്ന പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. a plus b whole square equal to a square plus 2ab plus b square. ഓക്കെ, മിടുക്കി, വെരി ഗുഡ്. അടുത്ത ആള് പറഞ്ഞോ, ഭാഗ്യ പറഞ്ഞോ. a plus b square അങ്ങനെ പറയാൻ പാടില്ല. whole square is equal to a plus a square plus ab plus b square. ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കണോ രണ്ടുപേരും? ചെറിയൊരു തപ്പിത്തടയലുകളുണ്ട്. ഓക്കെ, ഓക്കേടാ. അടുത്ത ആള് സാറേ. അടുത്ത ആൾ ആരാണ് വിളിക്കുന്നത്? ഫാത്തിമത്ത്. പറഞ്ഞോ കേട്ടോ ഇക്വേഷൻ. x plus y the whole square x square plus y square plus 2x. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്, മിടുക്കി. സാർ അടുത്ത ആള് അനുഗ്രഹം. സാറെ പെട്ടെന്ന് ഇവിടെ എടുത്തു വെച്ചോട്ടാ. അനുഗ്രഹേ പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തോളൂ, പറഞ്ഞോളൂ. ചെയ്തോ, ഇനി ചെയ്തോ. തെറ്റിച്ച് a square plus b square the whole square. എന്തോരം, അപ്പൊ എത്ര സ്ക്വയർ വന്നു ഇവിടെ? അങ്ങനെയാണോ പറയണ്ടേ? ഇവിടെ അത്രയും സ്ക്വയേഴ്സ് കിടക്കുന്നുണ്ടോ? ഒന്ന് വായിച്ചേ. a plus b the whole square എന്നല്ലേ ഇടാ, അല്ലാതെ a square plus b square the whole square എന്ന് പറയാമോ? ഇല്ല. അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ. a plus b the whole square a square plus 2ab plus b square. b square. ഓക്കെ, ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പഠിക്കണം കേട്ടോ. ഓക്കേടാ, വെരി ഗുഡ്, മിടുക്കൻ. അടുത്ത ആള് സാറേ. വേദ കെ പി. വേദോടെ ചാറ്റ് വരുന്നുണ്ട്, എന്നെ വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, പറഞ്ഞോടാ. a plus b the whole square a square plus b square 2 into a into b. ഓക്കെ, പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ മതിടാ. 2 into a into b എന്ന് പറഞ്ഞ് കഷ്ടപ്പെടണ്ട. പിന്നെ കുറെ പേരും ഈക്വൽ ടു പറയുന്നില്ലല്ലോ. ഈക്വൽ ടു വിഴുങ്ങിയോ? ഒറ്റ ഇക്വേഷൻ ആക്കി കളഞ്ഞല്ലോ എല്ലാവരും. a plus b the whole square is equal to a square plus b square plus 2ab എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. ഓക്കെ സാർ, അടുത്ത ആള് അഭിനന്ദ അനുനന്ദ. രണ്ടുപേരെ കൊണ്ടും പറയിപ്പിക്കാം. ഓക്കെ, ഇന്നത്തെ അഭിനന്ദ ആരാണ്? അപ്പൊ മറ്റേത് അനുനന്ദ. ഓക്കെ, അഭിനന്ദ തന്നെ ആദ്യം പറഞ്ഞോ. തെറ്റിച്ചു. അങ്ങനെയാണോ? അങ്ങനെയല്ല, ഇനി അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ? പറഞ്ഞേ.
A plus B the whole square is equal to A square plus B square plus 2AB. ഓക്കെ ഫൈൻ, വെരി ഗുഡ്. ആദ്യം സ്ക്വയർ ഇല്ല അത് അനുനന്ദ് പറയുന്നത്. പറഞ്ഞോ, ഇനി അനുനന്ദ് പറഞ്ഞോ. A plus B whole square is equal to A square plus B square plus 2AB. ഓക്കെ വെരി ഗുഡ്, മിടുക്കന്മാർ. ഓക്കെ യെസ്. അപ്പോ ബ്രേക്ക് എടുത്തോളൂ, ബാക്കിയുള്ളവരുടെ അടുത്ത് ഞാൻ ബ്രേക്ക് കഴിഞ്ഞിട്ട് ചോദിച്ചോളാം. അപ്പൊ ഞാൻ വിളിച്ച 4 പേര് ഇവിടെ ഉണ്ടാവണം കേട്ടോ, പോവരുത്. 2 പേരും കൂടി ഉണ്ടല്ലേ സാർ, വേഗം വിളിച്ചോളൂ. യെസ്, പോവല്ലേ ഡൗൺ. നിരഞ്ജൻ ഉണ്ട്. പിന്നെ നമുക്ക് ആദ്യത്തെ AP ക്യാമറ ഓൺ ആക്കി. ഓക്കെ, ബാക്കിയുള്ളവർ പൊക്കോളൂ കേട്ടോ. അനുഗ്രഹേ ഒക്കെ ചായയൊക്കെ കുടിച്ചിട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടി പേര് വിളിക്കാം. നിരഞ്ജൻ ഉണ്ട്, പിന്നെ ഗൗരി ഗൗതം ഉണ്ട്, പിന്നെ അശ്വിൻ ഉണ്ട്, അൽന ഉണ്ട്, പിന്നെ മറ്റേ സാരംഗ് ഇവിടെ പോയി. ആദിദേവ് ഉണ്ട്. സാരംഗ് ഇവിടെ പോയി. ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ചോ. 6 പേരുണ്ടല്ലേ സാറേ? ഇപ്പോ വേഗം പഠിച്ചോ. പഠിച്ചു കഴിഞ്ഞവര് ടാറ്റ തന്നോളൂ കേട്ടോ, ചോദിക്കാം. യെസ്, ഓക്കെ വെരി ഗുഡ്. അൽന കുട്ടാൻ മ്യൂട്ട് ചെയ്തേ. എന്താണ് ഞാൻ ചോദിക്കട്ടെ, ക്ലാസ്സിൽ എന്താണ് ചെറിയൊരു ശ്രദ്ധക്കുറവുണ്ടെന്ന് കേട്ടല്ലോ, സത്യമാണോ? അതിനകത്ത് വല്ല സത്യം ഉണ്ടോ? ചെറിയ സത്യം ഉണ്ട് കേട്ടോ, അതാണ് മിണ്ടാത്ത ആള്. ഇല്ല, സത്യം ഇല്ല സാർ. ഒന്ന് ആളെ മാത്രം ഇട്ടൊന്ന് കാണിക്കാമോ? സാറെങ്കിൽ ചോദിക്കാം, 1 മിനിറ്റടാ. ഹലോ ഹലോ, സൗണ്ട് കുറവാണോ സാറേ? മറ്റവർക്ക് ടൈമർ ഇട്ട് കൊടുത്തോ, ഇടാൻ പറ്റുമോ? ഓക്കെ. ഹലോ അൽന, ഒന്ന് സംസാരിച്ചേടാ, സൗണ്ട് തന്നെയില്ലല്ലോ. ഹലോ, യെസ്, ഓക്കെ. എന്താണ് ഞാൻ അറിഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? ഉണ്ട്. എന്നാ പറഞ്ഞേ, ഇക്വേഷൻ പറഞ്ഞേ നമ്മുടെ. സൂപ്പർ, അടിപൊളി, മിടിക്ക്. ഒന്നുകൂടി നോക്കാം, ബ്രേക്കിന് പോക്കോട്ടോ. ഒന്ന് മ്യൂട്ട് ചെയ്തേ. സാരംഗ് അൺമ്യൂട്ട് ചെയ്തോ. സാരംഗ് അപ്പുറത്തല്ലേ? സാരംഗി, എന്താണ് ക്ലാസ്സിനിടയിൽ ഭയങ്കര ഉഴപ്പായിട്ടിരിക്കുന്നേ? വള്ളിയൊക്കെ പിടിച്ച് വലിക്കുന്നു, ഒരു ശ്രദ്ധയില്ലാതെയാണല്ലോ ക്ലാസ്സിലിരിക്കുന്നേ. എന്നാ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ, കറക്റ്റ് ആയിട്ട് പഠിച്ചോ നോക്കട്ടെ ഞാൻ. പറ. A plus y square എന്ന് പറയാമോ? X plus y square എന്ന് പറയാമോ? X plus y square എന്ന് പറയുമ്പോൾ y-ന് മാത്രമേ സ്ക്വയർ വരുള്ളൂ, അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എങ്ങനെയാ പറയേണ്ടതെന്ന് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചേ. ബ്രാക്കറ്റിൽ ഇടണം, അതിനൊരു പേര് വിളിക്കും. അതെന്തുവാ? ഇതാണ് ശ്രദ്ധയില്ല എന്ന് പറഞ്ഞത്. അത് ഞാൻ ഒരു 3-4 പേരോട് ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു. X plus y the whole square ഒന്ന് പറഞ്ഞേ. ഹോൾ സ്ക്വയർ, മൊത്തത്തിൽ. ഇനി പറഞ്ഞോ. is equal to y square is equal to 2xy. ഇതാണ് പഠിച്ചത് അല്ലേ? ഒന്നുകൂടി പറഞ്ഞേ. x plus y whole square is equal to x square plus y square is equal to 2xy. ഒരു ഇക്വേഷനിൽ എത്ര പ്രാവശ്യം ഈക്വൽ ടു ഇടണം? ഈ ഇക്വേഷനിലേക്ക് നോക്കി. ഓക്കെ, താങ്ക് യു. ഈ ഇക്വേഷനിലേക്ക് നോക്കി എത്ര പ്രാവശ്യം ഈക്വൽ ടു ഉണ്ട് ഓരോന്നിലും. പ്രിൻസ് ഊട്ടാ, നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ടാസ്ക് ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, യെസ്, ഓക്കെ. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നിട്ടില്ല. നമ്മളുടെ അപ്പോ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നോക്കിയ മക്കളെ, പേജ് നമ്പർ 40-ലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് മുകളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പേജ് നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും മാത്രം എഴുതിയാൽ മതി. യെസ്, പേജ് നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും മാത്രം ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. എഴുതിക്കപ്പോ എല്ലാവരും വേഗം വീഡിയോ ഓൺ ആക്കി. കുറച്ച് പേര് ആ വഴിക്ക് അങ്ങ് പോയോ? വേഗം വീഡിയോ ഓൺ ആക്കി. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ?
ഓക്കെ യെസ് എടുത്തല്ലോ അല്ലേ. നോക്കിക്കേ മക്കളെ, ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ബിലോ ഇൻ ഹെഡ്. നമ്മൾ ശരിക്കും ഇതിനകത്ത് മനസ്സിൽ തന്നെ കണക്കാക്കാനാണ് എന്ത് പറയുന്നത്, നമ്മൾ പറയുന്നത് 15ന്റെ സ്ക്വയർ മനസ്സിൽ തന്നെ കണക്കാക്കാനാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോ പഠിച്ച ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിയാലോ. യെസ് തുവാനിസ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിടാം. എന്നിട്ട് ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. നമ്മൾ ക്ലാസ്സിന്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇക്വേഷൻസിന് ചോദിച്ചു പോകും കേട്ടോ. ടുവാൻസോടൊപ്പം ഇതിപ്പോൾ കണ്ടാളോ. അൺമ്യൂട്ട് ചെയ്തേടാ. അൺമ്യൂട്ട് ചെയ്തിട്ട് ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ടെണ്ണോ അതല്ല, ഇക്വേഷൻ ബുക്ക് എവിടെ? ബുക്ക് താഴത്തെടുത്ത് വെച്ചേക്കാണോ? ബുക്ക് എടുത്ത് മുകളിൽ വെച്ചേ. നോക്കി പറയാനല്ല ഞാൻ പറഞ്ഞത്, നേരത്തെ കാണാതെ പഠിക്കാൻ പറഞ്ഞിരുന്നു. ബുക്ക് അടച്ചു വെച്ചിട്ട് പറഞ്ഞേ. ബുക്ക് അടച്ചു വെച്ചിട്ട് പറഞ്ഞേ. ഇനി പറ. എ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയാൻ പാടില്ല എന്ന് ഞാനിപ്പോ ഒരു 5-6ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. പിന്നെ എങ്ങനെ പറയണ്ടേ? A plus B all square equal A square plus 2AB plus B square. ബി സ്ക്വയർ. ഓക്കെ ഫൈൻ, വെരി ഗുഡ്, മിടുക്കി. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് തന്നെ പറഞ്ഞു പഠിക്കണോട്ടോ മക്കളെ. എ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ബിക്ക് മാത്രമേ ഇപ്പൊ സ്ക്വയർ വരുന്നുള്ളൂ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് തന്നെ പറയണം. ഓക്കെ അല്ലേ? യെസ്, മ്യൂട്ട് ചെയ്തോടാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 15ന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 15ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനേ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ 15നെ സ്പ്ലിറ്റ് ചെയ്യണം. ഏതൊക്കെ സംഖ്യകളായിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാറ് സാധാരണ? ഒന്ന് കൈകൊണ്ട് കാണിച്ചാൽ മതി. എല്ലാവരും ഒന്ന് കൈകൊണ്ട് കാണിച്ചാൽ മതി. സാറി ഇതിന്റെ ഇത് കുറവാണല്ലോ, തണുപ്പ് കുറച്ച് കൂട്ടിയിടാമോ? ചൂടെടുക്കണം മക്കളെ. ഓക്കെ, 15 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഒന്ന് കൈകൊണ്ട് കാണിച്ച ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 10ഉം പിന്നെ 5ഉം ആണല്ലോ. യെസ്, 10 പ്ലസ് 5 ആണ് നമുക്ക് 15 വരെ, അല്ലെ? 10 പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം, നമ്മളിപ്പോ പുതിയ ഇക്വേഷൻ പഠിച്ച ആൾക്കാരാണ്. എ പ്ലസ് ബി എന്നോ അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ എന്നോ പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതുമായിട്ട് വേണം ഈ പറയുന്ന ഇക്വേഷനെ കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 10 പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇക്വേഷൻ എഴുതാൻ പോവാണേ. എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ എഴുതാം, കാരണം ടെക്സ്റ്റിൽ കിടക്കുന്നത് അതായത് കൊണ്ട് അത് എഴുതുവാണേ ഞാൻ. ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ എടുത്ത് എഴുതി. ഇനി നമുക്ക് നോക്കാം, എക്സ് പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിൽ കിടക്കുന്ന സാധനമാണ് എന്ത്? നമ്മുടെ 10 പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ. അത് പിടികിട്ടിയെങ്കിൽ ഡാറ്റ തന്നെ. അതായത് എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ആളാണ് ഇവിടുത്തെ 10 പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കും? വൈന്റെ സ്ഥാനത്ത് ഏത് സംഖ്യ കൊടുക്കും? ആരാണ് പറയുന്നത് സാറേ? മുബഷിർ പറയും. യെസ്, മുബഷിർ പറഞ്ഞേടാ. എക്സിന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കും? വൈന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കും? ഓക്കെ, മിടുക്കി. 5. ഓക്കെടാ, വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാലോ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം 10 പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എക്സിന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണെന്ന് നമ്മളിപ്പോ പറഞ്ഞു. അപ്പൊ എന്ത് എഴുതണം? 10 സ്ക്വയർ. പിടികിട്ടിയെങ്കിലും ഡാറ്റ തന്നെ. എക്സിന്റെ സ്ക്വയറിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? 10ന്റെ സ്ക്വയർ കൊടുക്കും. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിക്കോ. ഇനി അടുത്തത് 2 ഉണ്ട്. 2 നമ്മൾ താഴത്തേക്ക് ഇറക്കി എഴുതി. പിന്നെ ഇൻറ്റു എക്സ് ഉണ്ട്. 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ആണ്. അതേ നോക്കിക്കേ, 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ആണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ ഓൾറെഡി നമ്മൾ 2 എഴുതി. ഇനി നമ്മൾ എക്സും വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം, അല്ലേ? എഴുതാം 10 ഇൻറ്റു 5 പ്ലസ് വൈന്റെ സ്ക്വയർ. സാറേ ലാസ്റ്റ് ഇക്വേഷൻ ഒരാളോട് ചോദിക്കാം. അവന്തിക പറഞ്ഞേടാ, വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് എഴുതണ്ടേ? അമ്മയുള്ള ഞോട്ട് എഴുതുന്ന എന്ത് പറ്റി? അവന്തിക എന്ത് പറ്റി? പാടില്ലേ കൊച്ചിന്? ഹലോ, പനിയായിട്ടിരിക്കുകയാണ്. അയ്യോടാ, പനിയാണെന്ന് പറയാ പോലും കൊച്ചിന് ക്ഷീണായി പോയി. ഓക്കേടാ, കുഴപ്പമില്ല, എഴുതിക്കോ. അമ്മ എഴുതിക്കോട്ടെ. ശരി. ഓക്കെ, അടുത്താളെ സാറേ. ആഷ്മി. യെസ്, കുട്ടാ പറഞ്ഞേടാ. വൈ സ്ക്വയറിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? 5 സ്ക്വയർ കൊടുക്കും. ഓക്കേടാ, ശരി. ഓക്കെ, അടുത്താള് റിസ്ന. റിസ്നയാണോ റിൻസയാണോ? ഓക്കെ, കാണാൻ പറ്റുന്നില്ല എനിക്ക് ഇവിടുന്ന്.
അൺമ്യൂട്ട് ചെയ്തേടാ. കൃഷ്ണ ആ റിസ്ന ശരി. ഹലോ അൺമ്യൂട്ട് ആവുന്നില്ല. സ്ക്രീനിലൊരു ഓപ്ഷൻ വരും, അതിൽ അൺമ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടി ചെയ്യാം. നോക്കി, ഒന്നുകൂടി അൺമ്യൂട്ട് ചെയ്യാൻ നോക്കി. ക്ലിക്ക് ചെയ്തേ, ഞെക്കിപ്പിടി. വന്നില്ല, വരും. ഇല്ല. സാർമാരൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, റിസ്നയുടെ ഒന്ന് നോക്കണേ, ചെറിയൊരു സൗണ്ടിന്റെ ഇഷ്യൂ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ആള് Yes, അതുൽ കൃഷ്ണ. അതിൽ കൃഷ്ണനെ വിളിക്കാം. അതിൽ കൃഷ്ണ. Good morning. യെസ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ 10ന്റെ സ്ക്വയർ എത്ര വരും? 10ന്റെ സ്ക്വയർ 10 സ്ക്വയർ 100 ആണ്. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 into 10 20 ആണ്. 20. 20 into 5. 20 into 5 എത്രയാണ്? 20 into 5 10 അല്ല. നിക്ക്, ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് 20 into 5 20 into 5 100 ആണ്. അത് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 0 മാറ്റിയിട്ട് 2 into 5 ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 2 into 5 10 ആണ്. 0 കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ? അപ്പൊ ആൻസർ 100 ആണ്. ഓക്കെ, ഇനി 5ന്റെ സ്ക്വയർ 25. ഓക്കെ ഫൈൻ, മിടുക്കൻ, വെരി ഗുഡ്. സാറേ, അടുത്ത ആളോട് നമുക്ക് ഫൈനൽ ആൻസർ ചോദിച്ച് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. Yes, ആര്യനന്ദ. ആര്യനെന്താ പറഞ്ഞിടോ? നമുക്ക് ഫൈനൽ ആൻസർ എത്ര ഇടൂടാ? ഹലോ, ഒന്നുകൂടെ ഓപ്ഷൻ വരുന്നില്ലേ സ്ക്രീനിൽ? ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. ഓപ്ഷൻ വരാതിരിക്കില്ലല്ലോ. ഒന്നുകൂടി പറയാം. ഒന്നുകൂടി കൊടുക്കും. Yes, ആര്യനന്ദ സ്ക്രീനിൽ ഒരു ഓപ്ഷൻ വരുമല്ലോടാ. ഹലോ, ഓക്കെ, നമുക്ക് എന്നാ അടുത്ത ആളെ വിളിക്കാം, സമയം കളയണ്ട. Yes. വരുന്നില്ല എന്നായിരുന്നു എന്താ പറയുന്നത്? എന്ത് ചെയ്തിട്ട് ഇവിടെ വരുന്നില്ല സാറേ. ഓക്കെ, അടുത്ത ആള് അനിഹ ദാസ്. അനിഹ. യെസ്, അനിഹ കുട്ടി പറഞ്ഞേ ഫൈനൽ ആൻസർ എത്ര ഇടാം? ഫൈനൽ ആൻസർ അനിഹ വേഗം അൺമ്യൂട്ട് ചെയ്തിടാം. വരുന്നില്ലേ? യെസ്, ഇവിടെ അനിഹ, ഇവിടെ താഴ്ത്തിരിക്കുന്ന ആള് തന്നെയാണോ? അനിഹ. പറഞ്ഞിടാം, എത്ര കിട്ടി? കൂട്ടി കഴിയുമ്പോ നമുക്ക് എത്ര കിട്ടും ആൻസർ? നിഹ മ്യൂട്ട് ചെയ്ത്. ഇപ്പൊ സൗണ്ട് കേട്ടതാണല്ലോ, അപ്പോഴും മ്യൂട്ട് തന്നെയായിരുന്നു. Okay. യെസ്, പറഞ്ഞോ. കൈ എടുത്തോ? 225. മിടുക്കി, വെരി ഗുഡ്, സൂപ്പർ. കിട്ടിയല്ലോ മക്കളെ, സിമ്പിൾ ആയിട്ട് കിട്ടുന്നില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. യെസ്, അപ്പൊ 10 + 5 the whole square is equal to 10 square plus 2 into 10 into 5 അല്ലെങ്കിൽ 2xy നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് y square 5 square ഒക്കെ കൊടുത്ത് റെഡിയാക്കി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കേ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാനുള്ളതാ. ഓക്കെ, യെസ്, സാറേ റെഡി ആണോ? ഓക്കെ, കുറച്ച് പേര് ക്ലാസ്സിനിടയിൽ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന്, ഇപ്പോൾ ടോയ്ലറ്റിലേക്കോ വെള്ളം കുടിക്കാൻ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകണമെങ്കിൽ ചോദിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ടാറ്റ വന്നേ. അങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടല്ലേ പോവാറ്. ചോദിക്കാതെ കുറച്ച് പേര് പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അത് പറ്റില്ല, കൃത്യമായിട്ട് ചോദിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇത് നോക്കാം, നമുക്ക് അടുത്തത് റെഡിയാക്കണം. സാറേ, മറ്റേ പരിപാടി റെഡിയായോ? നേരത്തെ പറഞ്ഞേ. ഓക്കെ, ഇന്ന് നമുക്ക് ചെറിയൊരു സെലിബ്രേഷൻ, ഒരാളുടെ ബർത്ത്ഡേ ഉണ്ട്. ബർത്ത്ഡേക്കാരനെ കാണിച്ചിട്ട് ഞാൻ പറയാട്ടെ ആരാണെന്ന്. ഓക്കെ, യെസ്, നോക്കിയോ 15ന്റെ സ്ക്വയർ. സാറേ പെട്ടെന്ന് റെഡി ആയിക്കോ, നമുക്ക് റെഡിയാക്കാം. ഓക്കെ, നോക്കി സാറേ, മറ്റേ പോപ്പറൊക്കെ ഉണ്ട് പൊട്ടിക്കാൻ. പോപ്പറൊക്കെ സെറ്റ് ചെയ്തേട്ടോ. പയ്യന്റെ ബർത്ത്ഡേ നമുക്കൊന്ന് ആഘോഷിച്ച് കളയാം. നമുക്ക് എല്ലാവർക്കും അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തിട്ടേ അവരെ കൊണ്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ പറയിപ്പിക്കാം. ഓക്കെ, കാണിച്ചാലോ സാറേ? റെഡി അല്ലേ? പോപ്പർ എടുത്തോ? മതിയോ? റെഡിയാണ്. ഓക്കെ ആണ്. ഓക്കെ, യെസ്, ഇത് കലക്കും. ഓക്കെ, നോക്കാം നമുക്ക് എന്നാ ബർത്ത്ഡേക്കാരൊന്നും കണ്ടാലോ. ഓക്കെ, ചിരിച്ചൊക്കെ ഇരുന്നോട്ടോ കുട്ടാ. ഓക്കെ, യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 25ന്റെ സ്ക്വയർ പെട്ടെന്ന് തുടങ്ങിക്കോ. പക്ഷെ ഇവിടെ എഴുതുമ്പോൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം? ഇക്വേഷൻ ആദ്യം എഴുതിയിരിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക, ഇക്വേഷൻ ആദ്യം എഴുതിയിട്ട് വേണം നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കാൻ. ഓക്കെ, യെസ്. അപ്പൊ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതിക്കോ. എന്നിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം.
യെസ്, എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഓക്കെ, ആ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം 25നെ? സാർ ആരെയാണ് വിളിക്കുന്നത്? യെസ്, നമ്മൾ ധ്രുവിൻ. ധ്രുവിൻ. ആ കുട്ടപ്പ, ധ്രുവിൻ. ആ ഹലോ ഹലോ. ആ പറഞ്ഞേ, നമ്മൾ എങ്ങനെയാണ് 25നെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നേ? 20 plus 5 the whole square. ഓക്കെ ആണല്ലോ? ഓക്കെ, വിടുക, വെരി ഗുഡ്. അപ്പൊ തന്നെ നമ്മളുടെ ഇക്വേഷനും കൂടി നമ്മൾ ഇവിടെ ഓൾറെഡി സൈഡിൽ എഴുതിയിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു എന്താ പറയാ ആൻസർ എഴുതുന്ന അതിനകത്തേക്കും കൂടി നമ്മൾ എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ആ പോർഷനിൽ കൂടി നമ്മൾ ഇക്വേഷൻ എഴുതി വെക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം 20 plus 5 the whole square. ആരാണ് ഉഷാറായിട്ട് ഇത് അപ്ലൈ ചെയ്ത് പറയാൻ പോകുന്നേ? ആരാണ് സാറേ? അലൻ എസ് എസ്. ഓക്കെ, രണ്ടാമത്തെ അലൻ. ഹലോ. ആ നമ്മളുടെ ഇവിടെ എക്സ് ഏതാണ്, വൈ ഏതാണ്, അതൊന്ന് പറഞ്ഞേ. വൈ 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെടുക്കാം? എക്സ് 20 ആണ്. അപ്പൊ എക്സ് സ്ക്വയർ എത്രയാ? എടാ എക്സ് 20. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സിന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏതിന്റെ സ്ക്വയർ എടുക്കണം? 20യുടെ സ്ക്വയർ. അത്ര ഉള്ള കാര്യം. ഇനി വൈന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞാലോ? 5ന്റെ സ്ക്വയർ. ഇനി 2xy ഒന്ന് പറഞ്ഞേ, അതെങ്ങനെ എഴുതും? ഹലോ പറഞ്ഞേ. 2xy എന്ന് പറഞ്ഞാൽ 2 into x into y ആണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ. എന്താണ്? 20യും 5ഉം കൂടി 25ന്റെ സ്ക്വയറോ? ഓടിക്ക് ഞാൻ ഇവിടുന്ന് 25ന്റെ സ്ക്വയർ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? 2 into x into y എന്ന് പറയുമ്പോൾ 2 കൊടുക്കുക. എക്സിന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? എടാ എക്സ് എത്രയാടാ? 20. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? 20 കൊടുക്കണം. ഇനി വൈയുടെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? 5നെ. അപ്പൊ അത് ഇങ്ങോട്ടേക്ക് പറഞ്ഞേ. 2xyയുടെ സ്ഥാനത്ത് അപ്പൊ എന്ത് കൊടുക്കും? താഴ്ത്ത്. മറ്റേ എന്താണ്, കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ്. പഞ്ചാര വിറ്റ് നടന്നു കുഞ്ചു, പഞ്ചാര വിറ്റ് കുഞ്ചു നടന്നു. ആ സീനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എടാ എന്ന് പറഞ്ഞേടാ. 2xy പറയിപ്പിച്ചിട്ട് ഞാൻ വിടുള്ളൂ. 2xy ഇത് അങ്ങോട്ടേക്ക് പറയാൻ എഴുതാൻ പറഞ്ഞേ. സാർ ഇവിടെ ഇത് വന്നു. പറഞ്ഞേ 2xy എങ്ങനെ വരും? 2xy അലൻ തന്നെ അൺമ്യൂട്ട് ചെയ്തൊന്ന് പറഞ്ഞേ. 2xy എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി. അതൊന്നും കൂടി നീ പറയണം, അത്രേ ഉള്ളൂ. അതെ അതെ, പറഞ്ഞിട്ട് പോയാൽ മതി. അലൻ എസ് എസ് ആ പറ. 20 into 5. അപ്പൊ 2 ആര് പറയും? 2 into 5. ആ ഇനി ഇത് മൊത്തത്തിൽ ഒന്ന് ഒന്നിച്ച് പറഞ്ഞേ. നോക്കി പറ. 20 square plus 5 square plus 2 into 20 into 5. തെറ്റിക്കോ ഇനി? ഇല്ല. ആ ഓക്കെ, കൃത്യമായിട്ട് തന്നെ എഴുതി വെച്ചേ. കൃത്യമായിട്ട് തന്നെ അത് പറഞ്ഞ് എഴുതിക്കുക എല്ലാവരും. ഓക്കെ, ഇനി 20യുടെ സ്ക്വയർ എത്രയാണ് മക്കളെ? 400 ആണ്. 5ന്റെ സ്ക്വയർ 25 ആണ്. ഇനി 2 into 20 into 5. 2 into 20 വരുമ്പോൾ നമുക്ക് 40 വരും. 40 into 5 വരുമ്പോൾ നമുക്ക് 200 വരും അല്ലേ?
ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടി? കുറച്ച് പേർക്ക് ഫൈനൽ ആൻസർ കിട്ടി, റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ആദ്യം ചെയ്യുമ്പോൾ 400ഉം 200ഉം കൂടി കൂട്ടാം. ഓക്കെ, യെസ്, 400ഉം 200ഉം കൂടി കൂട്ടാം. അപ്പൊ എത്ര കിട്ടും? 600 എന്ന് കിട്ടും. എന്നിട്ട് ലാസ്റ്റ് 25 കൂടി കൂട്ടിയാൽ മതി. അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ആഡ് ചെയ്തെടുക്കാൻ സാധിക്കും. 625 കിട്ടിയോ? കിട്ടിയവരൊന്ന് ടാറ്റ തന്നേ, കിട്ടാതിരുന്നവർ കൃത്യമായിട്ട് എഴുതി വെച്ചേ. ഓക്കെ, യെസ്. പ്രിൻസൂട്ട എന്താണ് ഡൗട്ട്? പ്രിൻസൂട്ടിന് എന്തോ ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നേരത്തെ. ആ, ചോദിച്ചോ. എന്താണ്? സ്ക്വയേഴ്സ് തന്നെ ഉള്ളതാ, പക്ഷെ നമ്മൾ അതിനകത്ത് ഇക്വേഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഇക്വേഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് പ്രശ്നം. ഇവിടെയാണ് നമ്മൾ ഇക്വേഷൻസ് പഠിക്കുന്നേലോ. ഓക്കെ, യെസ്. സാർ കിട്ടിയോ? ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് നോക്കിയെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതൊന്ന് നോക്കിക്കേ, എന്നിട്ട് അത് സ്വന്തമായിട്ടൊന്ന് ചെയ്തേ. എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. ആ, വേഗം ചെയ്തേ. ഓക്കെ, അലനെ നീ എന്താണ് സാർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ? അത് മോശമായി പോലെ. 33ന്റെ സ്ക്വയർ സാറല്ലല്ലോ ഇവിടെ ക്വസ്റ്റ്യൻ ഇടുന്നത്. അതെ അതെ, 33ന്റെ സ്ക്വയർ ആടാ. ഇപ്പൊ ബർത്ത്ഡേ ആഘോഷിച്ച അലനാണോ അത്? അലനെ ഇഷ്ടം അല്ലേ? ആ, എന്നാലും മോശമായി പോലെ. ഞാൻ ബർത്ത്ഡേക്ക് ആഘോഷിച്ചിട്ട് അവൻ എന്നോട് ചോദിച്ചില്ല മക്കളെ. സങ്കടം എനിക്ക്, മോശമായി പോലെ അത്. ഓക്കെ, ആ അത് തന്നെ പറഞ്ഞ ചെലവ് തന്നില്ലല്ലോ, ചെലവിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല, നന്ദി മാത്രം ഉള്ളല്ലേ. ഓക്കെ, എല്ലാവരും 33ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. സാർ പെട്ടെന്ന് പോയി നിർത്തുന്നേരോ. ആ, കുറച്ച് പേര് ചാറ്റിൽ അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. ശ്രീബാലനൊന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. ശ്രീബാല അവിടെ കഷ്ടപ്പെട്ട് രാറ്റ് തരുന്നുണ്ട്. ഇത്തവണയെങ്കിലും ഒന്ന് ഗുഡ് മോർണിംഗ്, ഇത്തവണയെങ്കിലും ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലാണ് പാവം വെച്ച്. ആ, പറഞ്ഞേടാ, 33 എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തത്? 30 plus 3 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞപ്പോ x plus y all square, x square plus y square plus 2xy. ഓക്കെ, x square plus y square plus 2xy. ഓക്കെ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇതിനകത്ത് x ഏതാണ്, y ഏതാണ്? x 30 ആണ്. x 30 സ്ക്വയർ എന്ന് പറയല്ലേ. x സ്ക്വയർ എടുക്കുമ്പോഴേ 30 സ്ക്വയർ ആവുള്ളൂ. ഓക്കെ, y 3 ആണ്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ നമ്മളുടെ ആൻസറിന്റെ പോർഷനിലേക്ക് കൂടി ഒന്ന് എടുത്ത് എഴുതണം. എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഓക്കെ, എഴുതിയല്ലോ. ഓക്കെ സാർ, നമുക്ക് അടുത്ത ഒരാളെ വിളിക്കാം. സാർ ഇപ്പുറത്തെ ആദിദേവ് റെഡി ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. യെസ്, ആദിദേവേ കുട്ടാം, ആദിദേവ് PS. ആ, എന്താണ് കഴുത്തി കിടക്കുന്ന മാല? കൊന്തയാണോ അത്? അല്ല, മലക്കുവാ മാലിട്ടേക്കണേണോ? അല്ല, ഇതിപ്പോഴത്തെ ന്യൂ ട്രെൻഡാണ്, ഇപ്പോഴത്തെ ഫാഷനാണ്. ഓക്കെ, എന്താണ്? ഒന്നുമില്ല. ഓക്കെ, എന്നാ പറഞ്ഞേ, നമ്മളുടെ എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയറിന്റെ അതിനകത്ത് 30 plus 3 ദ ഹോൾ സ്ക്വയർ ഒക്കെ കൊടുത്തു.
നമുക്ക് എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 30 സ്ക്വയർ. ഇനി വൈ സ്ക്വയറിന്റെ സ്ഥാനത്തോ 3 സ്ക്വയർ. 2xy യോ 2 into 30 into 3. ഓക്കെ സാർ, നമ്മുടെ മറ്റേ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ടായിരുന്നോ? അത് തന്നെ. ഇല്ല, കണ്ടില്ല. ശരി, കണ്ടിരുന്നെങ്കിൽ അതിനകത്തൊരു കാര്യം പറയാം. അതിനകത്തൊരു പയ്യനെ പോലെ ഇരിക്കണവൻ. യെസ്, അതിനകത്തൊരു കുഞ്ഞു പയ്യനെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇരിപ്പുണ്ടാവും. ഓക്കേടാ, ഇതുപോലെ തന്നെ കേളി ഹെയർ ആണ് അവന്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, മ്യൂട്ട് ചെയ്തോടെ കൂട്ടാം. സാറേ, നവീനാണോ നവനീതാണോ? നവീൻ. ഓക്കെ, നവീൻ വിളിക്കാം സാറേ. എവിടെ നവീൻ? എവിടെ പോയവൻ? ഇപ്പൊ മെസ്സേജ് ആണല്ലോ. അതേരിക്കണ. നവീൻ കൃഷ്ണ. കുട്ടാ പറഞ്ഞേടാ. 30 സ്ക്വയർ ഇപ്പൊ വരും. യെസ്, 90. ഒരു കയ്യബദ്ധം മാറ്റിക്കരുത്. ഇനി അടുത്ത് 3 സ്ക്വയർ 9. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 180. ഓക്കെ മക്കളെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ 3 into 2 ആദ്യം ചെയ്യാം. അപ്പൊ 6 കിട്ടും. എന്നിട്ട് 6 into 30 ചെയ്താലും മതി. എന്തായാലും നമുക്ക് ആൻസർ 180 കിട്ടും. ഓക്കെടാ, മിടുക്കൻ. ഓക്കെ, അപ്പൊ എന്തായാലും മ്യൂട്ട് ചെയ്തോളൂ. നമുക്ക് അടുത്ത ആളോട് ഫൈനൽ ആൻസർ ചോദിക്കാം. ആരാണ് വിളിക്കുന്നത് ഫൈനൽ ആൻസറിന് വേണ്ടി? നമ്മുടെ സ്വന്തം അദ്വൈത. അദ്വൈത കടന്നു വരൂ. ആൻസർ പറയൂ കുട്ടാ. ഹലോ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. 10. അത് കൂട്ടി പറയാൻ അറിയാൻ പാടില്ല. 8, 9. ഇതെങ്ങനെ കൂട്ടി പറയും? കൂട്ടി പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ പറഞ്ഞില്ലേ കൂട്ടി പറയാൻ അറിയാൻ പാടില്ല. പറ. ഒറ്റ മിനിറ്റ്. ഓക്കെ, പറഞ്ഞോ. ഇന്ന് കഴിയും. 89. വെരി ഗുഡ്, മിടുക്കി. 1089 കറക്റ്റ് ആണല്ലേ. 1089 എന്ന് നമുക്ക് ഇംഗ്ലീഷിലും പറയാം. ഓക്കെ, അത് വായിക്കാൻ എല്ലാവരും പഠിക്കണോണ്ടാ. ഈ 0 ഇടയിൽ വന്നേക്കണോണ്ട് കുറച്ച് പേർക്ക് ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, യെസ്. അപ്പൊ കഴിഞ്ഞെങ്കിൽ ഒന്ന് എഴുന്നേറ്റേ. കുറച്ച് പേര് അവിടെ ഇങ്ങനെ ഇരുന്ന് പൊളയുന്നുണ്ട്. ഒന്ന് എഴുന്നേറ്റേ, എല്ലാവരും എഴുന്നേറ്റേ. യെസ്, എല്ലാവരും. ആരാണ് ബാക്ക്ഗ്രൗണ്ട് മാറ്റി വിളിക്കണം? എണീക്കണം. ഒരുത്തന്നെ ലണ്ടൻ ബ്രിഡ്ജിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. യെസ്, ഒന്ന് പതിയെ ചാടിക്കേ. പതിയെ ചാടി. ഒന്ന് ജമ്പ് ചെയ്തേ. ഇരുന്ന് ജമ്പ് ചെയ്യരുതട്ടോ. അഭിനവേ എണീച്ചേ, ജമ്പ് ചെയ്തേ. എന്നിട്ട് ക്ലാപ്പ് ചെയ്യിപ്പിച്ചല്ല. ഒന്ന് ക്ലാപ്പ് ചെയ്ത് എല്ലാവരും ഒറ്റടിക്ക്. 1 2 3. എവിടാ ഭയങ്കര ഒത്തിരിമ. 1 2 3. ഇങ്ങനെ അടച്ചു പിടിച്ച് ക്ലാപ്പ് ചെയ്യും. അടച്ചു പിടിച്ചത് ഇങ്ങനെ ഭയങ്കര സൗണ്ട് ചെയ്തു. പ്രണവേ എല്ലാ ദിവസവും വിളിക്കണമല്ലോ പ്രണവിനെ. എഴുന്നേറ്റ്. ആൽഡ്രനെ പ്രത്യേകം വിളിക്കണോ? എഴുന്നേറ്റോ. യെസ്, 2 കൈയും ഒന്ന് റിസ്റ്റ് ഒന്ന് ഇതാക്കി ഒന്ന് മൂവ് ചെയ്യിപ്പിച്ചേ. ഓക്കെ, ഇനി ഒന്ന് കുടഞ്ഞേ. 2 കൈ ഒന്ന് കുടഞ്ഞേ. ഓക്കെ, ഇനി 2 കാലും ഒന്ന് കുടഞ്ഞേ. 2 കാലും കുടയുക, 2 കൈയും കുടയുക. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇരുന്നോളൂ. സാർ, നമുക്ക് ക്ലാസ് ഒന്ന് ആനന്ദകരമാക്കാൻ നമുക്ക് ഒരാളെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചാലോ? ഒരു പാട്ട് കേൾക്കാൻ ഒരു കൊതി. യെസ്, ആരാണ് ഇന്ന് പാട്ട് പാടാനായിട്ട് കടന്നു വരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിലും ഇതുപോലെ കുറച്ച് നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മഴയൊക്കെ വെച്ചിട്ട് പാട്ട് പാടിയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അതെ. ദേനാ പാട്ട് പാടാൻ റെഡിയായി ആദിനാഥ് എത്തിയിരിക്കുകയാണ്. കൃഷ്ണാഞ്ജന. സുഹൃത്തുക്കളെ, ആദ്യമായി വേദിയിലേക്ക് ഇപ്പൊ എനിക്ക് ഇതാണ് പണി സാറേ. ആദ്യമായി വേദിയിലേക്ക് കടന്നു വരുന്നു ആദിനാഥ് അനൂപ്. കം ടു ദ സ്റ്റേജ്. പവിത്രയെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. പവിത്ര എന്നോട് ഒരു പാട്ട് പാടാൻ പറയുന്നുണ്ട്. സെറ്റ് ചെയ്യാണോ? ഓക്കെ, ആദിനാഥേ അൺമ്യൂട്ട് ചെയ്തേ. ഹലോ സാർ, അൺമ്യൂട്ട് ആയില്ലേ? അവന് ഓപ്ഷൻ കൊടുത്തില്ലേ? ഹലോ. ഒന്നുകൂടെ നോക്കി. അയ്യോ, അനില വെച്ചിട്ടാ. ആദിനാഥ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല. വേഗം കടന്നു വരൂ. അയ്യോടാ. ഓക്കെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. യെസ്, നമുക്ക് ആരാണ് അടുത്ത ആള്?
പാടാനായിട്ട് കൃഷ്ണാഞ്ജന എന്ന് പറഞ്ഞൊരു പേര് കേട്ടല്ലോ നേരത്തെ പറഞ്ഞത്. കൃഷ്ണാഞ്ജന. കൃഷ്ണാഞ്ജന അതേനാ. ഹലോ, അൺമ്യൂട്ട് ചെയ്തേ. പോയോ? ആ ദേനാ ഇരിക്കണം താഴ്ത്തു. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. Good morning. യെസ്, ഗുഡ് മോർണിംഗ് കൃഷ്ണാഞ്ജന, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഏതാണ്? മിന്നൽ വള. ഓക്കെ, ട്രെൻഡിങ് സോങ്. അതെ തുടങ്ങിക്കോ. കാണിച്ചു കൊടുക്കണോ എല്ലാവർക്കും? ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം, കുഴപ്പമൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. യെസ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൃഷ്ണാഞ്ജന ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. കാണിച്ചു കൊടുത്തു സാർ. ഒറ്റ മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യണേ. ഓക്കെ അല്ലേ സാറേ? റെഡി അല്ലേ? ഓക്കെ, യെസ്. ഇതാണ് നമ്മളുടെ കൃഷ്ണാഞ്ജന. പാടിക്കോടാ, പാടിക്കോ. കണ്ണോട് കണ്ടപ്പോ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വഴിയെന്ന തോന്നലായി, കണ്ടിട്ടും പോരാതായി, കേട്ടപ്പോൾ ആത്മാവിൽ നിറഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെന്ന കള്ളത്താരങ്ങളെ തുള്ളികളാ, കണ്ട നേരം കണ്ടലായി മിന്നൽവള കയ്യിലിട്ട പൊന്നഴകി, എത്തിത്തൊടാൻ എത്തുകില്ല മാടുമീ. മിന്നൽവള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണുമീ. ഓക്കെ, അടിപൊളി, സൂപ്പർ. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. യെസ്, വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. യെസ്, അടുത്തതാരാണ് സാറേ? അടുത്തതാരാണ്? ഇനി നമുക്ക് ഒരാൾക്ക് കൂടി അവസരം കൊടുക്കാം. ആദിനാഥിന്റെ അൺമ്യൂട്ട് ശരിയാകുന്നൊന്ന് കൊടുക്കാൻ നോക്കാം. പയ്യനല്ലേ നമ്മൾ ആദ്യം വിളിച്ചേ? ആദിനാഥെ ഒന്ന് നോക്കി, ഒന്നുകൂടെ നോക്കി. യെസ്, ഹലോ, റെഡി ആയി? ഒറ്റ മിനിറ്റ്, പാടല്ലേ, ഒറ്റ മിനിറ്റ്. അതെ, മിടുക്കനായിട്ടൊക്കെ ഇരുന്നോ? എല്ലാവരും ഇപ്പൊ കാണും. പാടാൻ റെഡി ആയിട്ടിരിക്കുക അവിടെ. ഒന്ന് പാടിയാ മതി. ആ ഒരു മൈൻഡിൽ ഇരിക്കുകയാണ് കൊച്ച്. എന്താണ് അവിടെ പറഞ്ഞ? ഒറ്റ മിനിറ്റ് കേട്ടോ, ഇപ്പൊ കാണിക്കാം. റെഡി അല്ലേ സാറേ? ഇതായിട്ട് പോയി. ക്യാമറ ഒന്ന് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേ. എല്ലാവരും കാണാനുള്ളതല്ലേ, മിടുക്കനായിട്ടിരിക്കും, സുന്ദരനായിട്ടിരിക്കട്ടാ. ക്യാമറ ഒന്ന് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേ. ഫേസ് അങ്ങനെ ഇരിക്കുള്ളൂ തോന്നുന്നു. താഴ്ത്താണ് വെച്ചേക്കണേ. എടാ, മ്യൂട്ട് ചെയ്ത് കളയല്ലേ, അൺമ്യൂട്ട് ചെയ്യാൻ പാടാണ്. ഓക്കെ, യെസ്, കാണിച്ചു. അത് കുഴപ്പമില്ല, അത് മതി. സമയം കളയണ്ട. കുറച്ചുകൂടെ ഇറങ്ങിയിരുന്നേ, കാണാൻ പറ്റുന്നില്ല. ഓഫ് കോഴ്സ് ഐ ആം ഓസം ആൻഡ് ഇതൊക്കെ പാടല്ലേ. ഓക്കെ, യെസ്, ഞാൻ അവന്റെ ടീഷർട്ട് ആണ് വായിക്കാൻ പോയത്. അതൊക്കെ മാറ്റി വെച്ചോ. ഉഷാറല്ലേ? ഏതാണ് പാട്ട്? ഏതാണ്? മനസ്സിലായില്ല. പാടും, പാടിക്കോ. ഇതായിരുന്നല്ലേ? എന്നെ
ഗുഡ് സൂപ്പർ അടിപൊളി 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 യെസ് സൂപ്പർ ഇവൻ സീനാണ് സാറേ ഇവൻ വിഷയമാണ് ഓക്കെ അടിപൊളി അല്ലേ ഓക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ അപ്പോ എന്തായാലും നമുക്കിനി ബാക്കിയുള്ളവർക്ക് അവസരം നൽകാൻ സമയമില്ല അപ്പൊ അതുകൊണ്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പാടാവേ ഓക്കെ യെസ് പാട്ട് കേട്ടില്ലേ ഷോ അവൻ ഇത്രയും അടിപൊളിയായിട്ട് പാട്ട് പാടിയിട്ട് ആദ്യമേ അവൻ ഇവിടെ പോയി കയറുന്നു പാട്ട് പാടിയപ്പോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാവേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ നമ്മളുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്ത് ചെയ്യാനായിട്ടുള്ളത് യെസ് 5.5 സ്ക്വയർ 5.5യുടെ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക ഇവിടെ മാത്രമാണ് ഓക്കെ നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതാം നമ്മളുടെ ഇക്വേഷൻ എഴുതാം എഴുതിക്കോ അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ 5.5 ആണ് എന്ന് എല്ലാവരും എഴുതാം നമ്മളുടെ ഇക്വേഷൻ സൈഡിൽ എഴുതാം എപ്പോ ചെയ്യുമ്പോഴും ഇക്വേഷൻ മസ്റ്റ് ആണ് ഇക്വേഷൻ മറന്നു പോവാതെ എഴുതാം ഓക്കെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം 5.5 ദി ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതാം ആരാണ് സാറേ പറയുന്നേ നമ്മുടെ സ്വന്തം കിരൺ രാജ് കിരൺ രാജേ ഹലോ യെസ് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം കൂട്ടാ 5.5 5 into 2 അപ്പൊ 10 ആയി പോയില്ലേ അത് ശരിയാണല്ലോ 5 ഇവിടെ ഇൻറ്റു ആണോ കിടക്കുന്നത് ഇതിന്റെ ഉള്ളില് കിട്ടേണ്ട സാധനം ഇൻറ്റു ആയിട്ടാണോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അല്ല രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോ കിട്ടേണ്ട കാര്യമാണ് നമുക്ക് വേണ്ടേ അപ്പൊ 5നോട് എത്ര കൂട്ടിയാൽ 5.5 കിട്ടാം നമ്മൾ അര കൂട്ടി അത്ര ഉള്ളൂ 5 + അരയാണ് നമ്മുടെ ആൻസർ ഷോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂന്ന് മനസ്സിലായോ ഇൻറ്റു ഒന്നും ചെയ്ത് വെക്കില്ലേട്ട് എന്റെ മക്കള് കാരണം ഇവിടെ x+y ഫോമിലാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത് നമ്മുടെ ഫോർമാറ്റ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻറ്റു ഒക്കെ ചെയ്ത് വെച്ചാൽ തെറ്റിപ്പോവും ഓക്കെ അപ്പൊ 5+½ ആണ് നമുക്ക് ചെയ്യേണ്ടത് ഓക്കെ 5+½ എഴുതിക്കപ്പോ 5+½ ദി ഹോൾ സ്ക്വയർ നമ്മൾ ഉടനെ തന്നെ ഇക്വേഷൻ വീണ്ടും ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു x+y ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു x² + y² + 2xy അപ്പൊ നമ്മൾ ഇതിനടിയിൽ തന്നെ നമ്മുടെ 5.5നെയും പിടിച്ച് എഴുതാൻ പോവാണ് 5 + അര ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പിടിച്ചോ സാറേ അപ്ലൈ ചെയ്ത് പറയണം നഷ്വ പറഞ്ഞിടാവും നമ്മളുടെ x ഏതാണ് y ഏതാണ് ഇവിടെ ഹലോ x ഏതാണ് x 5 y യോ ഫൈവിനോടൊപ്പം കിടക്കുന്ന ആളാരാ അവിടെ ആരാ ഹാഫ് അത്ര ഉള്ളൂ എന്താണ് കൺഫ്യൂഷൻ 5 + അര അതാണ് x+y എന്താണ് പെട്ടെന്ന് ആയി കിട്ടുന്നില്ല ഓക്കെ അര അല്ലെങ്കിൽ 1/2 ഹാഫ് എന്ത് വേണമെങ്കിലും പറയാം കുറെ പേരുകളുള്ള ഒരു മഹാനാണ് പുള്ളി ഓക്കെ യെസ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓരോരുത്തരെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ സാർ വിളിച്ചോളൂ ആരെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വിളിക്കുന്നത് ഋതിക് സനോജ് ബുക്കൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് എന്താണ് ബുക്കൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നേ അതെ പറഞ്ഞേ എക്സിന്റെ സ്ക്വയർ നമുക്ക് ഓരോരുത്തരെയായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ എക്സിന്റെ സ്ക്വയർ പറയുമ്പോ ആരെ എഴുതണം 5² ഇനി y ആണെങ്കിലോ 1/2 അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക 1/2 ഇട്ടിട്ട് ഒരു സ്ക്വയർ ഇട്ടിട്ട് വേണം എഴുതാനായിട്ട് കാരണം 1ന് മാത്രമോ 2ന് മാത്രമോ അല്ല നമ്മൾ സ്ക്വയർ കൊടുക്കുന്നത് രണ്ടു പേർക്കും സ്ക്വയർ കണ്ടുപിടിക്കണം പിടി കിട്ടുന്നുണ്ടോ അൻവർ എന്നല്ലേ സാറേ അവന്റെ പേര് താളം കൊട്ടിക്കൊണ്ടിരിക്കുന്നത് അൻവർ റിഹാൻ യെസ് ഓക്കെ യെസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്നാണോ വിളിക്കുന്നത് അത് നമ്മളെയാണല്ലോ അത് എന്നെ തന്നെയാണോ വിളിക്കുന്നത് യെസ് 1/2 ദ ഹോൾ സ്ക്വയർ യെസ് ഈ 2xy പറഞ്ഞേ 2xy ഓക്കെ നമുക്ക് ആദ്യം 2 കൊടുക്കാം 2xy എന്നല്ലേ നമ്മളുടെ ഫോർമാറ്റ് അപ്പൊ ആദ്യം 2 വെച്ചൊന്ന് പറഞ്ഞേ ഓക്കെ മിടുക്കൻ വെരി ഗുഡ് സൂപ്പർ ഓക്കെ അപ്പൊ ഇതുവരെ കറക്റ്റ് ആയിട്ട് എല്ലാവരും എഴുതിക്കേ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ഇതുവരെ കറക്റ്റ് ആയിട്ട് എഴുതാം നമുക്ക് 5ന്റെ സ്ക്വയർ അറിയാം 1/2ന്റെ സ്ക്വയർ നമുക്ക് അറിയാൻ പാടില്ല കണ്ടുപിടിക്കണം ഇനി 2 × 5 × ½ ഈ 3 കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണേ ഓക്കെ ആണല്ലോ യെസ് യെസ് വിളിച്ചോളൂ സാറേ ആരാണ് വിളിക്കുന്നത്
നമ്മുടെ ഡോറക്കുട്ടി. ഡോറാമോൾ വൈഗ. യെസ്. ഹലോ. യെസ്, ഗുഡ് മോർണിംഗ്. എത്രയാണ് നമ്മുടെ 5 സ്ക്വയർ? 25. ഓക്കെ ഫൈൻ. ഇനി 1/2 ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? 1/2 വെരി ഗുഡ്, സൂപ്പർ. 1/2 into 1/2. അപ്പൊ ആൻസർ എത്ര കിട്ടും? എന്താണ് 2 ന്റെ സ്ക്വയർ? ശ്രദ്ധിച്ചേ, നമ്മൾ ഫ്രാക്ഷൻസ് കഴിഞ്ഞ കൊല്ലം പഠിച്ചതല്ലേ, ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പൊ നോക്കിക്കേ, 1 into 1 എന്ന് പറയുന്ന ആദ്യത്തെ മുകളിലത്തെ ന്യൂമറേറ്റേഴ്സ് അംശങ്ങളെ തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1 into 1 എത്രയാ? എല്ലാവർക്കും കൈ കൊണ്ട് കാണിച്ചേ. 1 into 1 1 ആണ്. ഇനി താഴത്ത് 2 into 2 4 ആണ്. എന്താണ് സാറേ? ഇല്ല, ഓക്കെ, ഒന്നുമില്ല. ഓക്കെ ഓക്കെ, അപ്പോ 1/4 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ അല്ലേ. സോ 1/2 ന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ 1/2 into 1/2. ഓക്കെ ആണല്ലോ. അപ്പൊ എത്ര കിട്ടും? 1/4 എന്ന് കിട്ടും. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിച്ചേ. നമുക്ക് ഇപ്പൊ കിട്ടിയ ആൾക്കാരെ നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാവേ. ഇപ്പൊ കിട്ടിയ ആൾക്കാരെ എഴുതിക്കോ. 5 സ്ക്വയർ 25 ആണെന്ന് നമുക്ക് ഇപ്പൊ കിട്ടി. 1/2 ന്റെ സ്ക്വയർ 1/4 ആണെന്ന് കിട്ടി. അവരെഴുതിക്കോ. ഇനി കണ്ടുപിടിക്കാനുള്ള ഒരാൾ ആ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അവിടെ തന്നെ കണ്ടുപിടിക്കാം, ഇവിടെ വേണ്ട. ഓക്കെ, അവിടെ തന്നെ കണ്ടുപിടിക്കാവേ. അപ്പൊ കുറച്ചും കൂടി എളുപ്പമാവും. ഓക്കെ, നോക്കിയാലോ. ശ്രദ്ധിച്ചേ, ഏതൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ഇവിടെ ഫ്രാക്ഷൻ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൂളായിട്ട് ചെയ്തു പോവാം. പക്ഷേ ശ്രദ്ധിച്ചേ, ഇവിടെ 2 ഉണ്ട്, പിന്നെ ഒരു 5 ഉണ്ട്, പിന്നെ ഒരു ഹാഫ് ഉണ്ട്. അപ്പൊ എല്ലാവരും ചെയ്യാൻ സാധ്യത 2 into 5 into half, അതായത് 2 into 5 10 ആണ്. പിന്നെ 10 into half എടുത്തു കഴിഞ്ഞാൽ 10ന്റെ പകുതി 5 എന്നാണ് ആൻസർ കിട്ടേണ്ടത്. 5 ആൻസർ കിട്ടിയവരുന്ന് ടാറ്റ തന്നേ. 5 ആൻസർ കിട്ടിയവരുന്ന് ടാറ്റ തന്നേ. യെസ്, കുറച്ച് പേർക്ക് 5 ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്യുന്നതിന് പകരം ഇവിടെ നോക്കിക്കേ, ഈ 2 എന്ന് പറയുന്ന ആളും ഈ 2 എന്ന് പറയുന്ന ആളും കോമൺ ആയിട്ടുള്ള ആൾക്കാരല്ലേ മക്കളെ. ഈ 2 കാണുന്നില്ല, ഇവിടെ 2 പ്രാവശ്യം വരുന്നില്ലേ 2. അപ്പൊ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം വരണം കേട്ടോ. ഒറ്റ പ്രാവശ്യം വന്നിട്ട് കാര്യമില്ല, 2 പ്രാവശ്യം വരണം. 2 അപ്പൊ നോക്കിക്കേ, മുകളിലും 2 വരുന്നുണ്ട്, താഴെയും 2 വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അവരെ കട്ട് ചെയ്ത് കളയാം. ശ്രദ്ധിക്കുക മക്കൾ, എന്താണ് നമ്മൾ ചെയ്തത്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് ഒരു 2വിനെ നമ്മൾ കാണുന്നത് കൊണ്ട് നമ്മൾ അവനെ കട്ട് ചെയ്ത് കളയുന്നു. ഓക്കെ ആണോ? യെസ്. ഇനി ബാക്കി ആരൊക്കെ ഉണ്ട്? ആരാണ് പറയുന്നത് സാറേ? ഇനി ബാക്കി ആരുണ്ട്? ഏഞ്ചലീൻ. ഏഞ്ചലീനെ പറഞ്ഞേ. ഇനി ബാക്കി ആരുണ്ട്? ഹലോ, പെട്ടെന്ന് തന്നെ അൺമ്യൂട്ട് ആയി, പക്ഷെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ഹലോ ഹലോ, ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ കേൾക്കുന്നില്ല ഇങ്ങോട്ട്. 5ഉം 1ഉം. കൊച്ചു പറഞ്ഞത് കറക്റ്റ് ആണ് അല്ലേ. നോക്കിക്കേ മക്കളെ, 5ഉം 1ഉം മാത്രമേ ഉള്ളൂ. ഒരു 5ഉം ഉണ്ട്, ഒരു 1ഉം ഉണ്ട്. 5 into 1 ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ഓക്കേടാ അല്ലേ. ഓക്കെ, 5 തന്നെ കിട്ടും അല്ലെ. അപ്പൊ ആൻസർ എത്രയാ? 5 ആണ് നമുക്ക് താഴത്തേക്ക് എഴുതാൻ പറ്റുക. ഒന്നുകൂടി ശ്രദ്ധിക്കാം, നമുക്ക് മുകളിൽ ഒരു 2ഉം താഴത്ത് ഒരു 2ഉം കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. യെസ്, നമ്മൾ ഇവിടെയും ഒരു 2 കാണുന്നുണ്ട്, ഇവിടെയും ഒരു 2 കാണുന്നുണ്ട്. അവരെ നമ്മൾ എന്ത് ചെയ്തു? മുകളിൽ നിന്നും താഴെ നിന്നും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. കോമൺ ആയിട്ട് വേണോട്ടോ, അല്ലാതെ കാണുന്ന എല്ലാവരും പിടിച്ച് കട്ട് ചെയ്ത് കളയരുത്. ഓക്കെ, ഇത് കൊള്ളാം, മുകളിലും താഴെ വന്നിട്ടുണ്ട്, ഇത് കട്ട് ചെയ്യാം എന്ന് വിചാരിക്കരുത് കേട്ടോ. ഒരേപോലത്തെ സംഖ്യ വരണം. ഓക്കെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളിപ്പോ 2നെ കട്ട് ചെയ്തു. 5 into 1 5 എന്ന് കിട്ടി. ഇനി ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചേ. സിമ്പിൾ അല്ലേ. ഇനി ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഒരു പാടുമില്ല. ആരാണ് സാർ ആൻസർ പറയുന്നത്? അൻവർ. യെസ്, എനിക്ക് മറ്റേ അലിബായ് സിനിമയാണ് സാർ ഓർമ്മ വരുന്നത്. അൻവർ അലി. കുട്ടാ, ഇത് അൻവർ റിഹാൻ. പറഞ്ഞിട കുട്ടാ, എത്ര കിട്ടും ആൻസർ? 31/4. ശ്രദ്ധിക്കുക മക്കളെ, 25ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 30 കിട്ടും. 30 + 1/4 എന്നാണ് നമുക്ക് നോർമലി കിട്ടുന്നത്. പക്ഷെ നമ്മൾ പ്ലസിനെ മാറ്റിയിട്ട് 30 1/4 അവരെ ഒന്നിച്ചെഴുതും. അവരെ ഇനി മുതൽ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ 31/4 നമ്മൾ ഒന്നിച്ചാണ് എഴുതാം. കിട്ടിയോ? ഓക്കെ അല്ലേ പറഞ്ഞ കാര്യങ്ങള്? യെസ്, ഓക്കെ ആണ്. അപ്പോൾ നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. 5ാമത്തെ ക്വസ്റ്റ്യൻ 10 സ്ക്വയർ കണ്ടുപിടിക്കാനാണ്. അത് ഹോംവർക്ക് ആണ്. 10 സ്ക്വയർ കണ്ടുപിടിക്കാനുള്ളത് ഹോംവർക്ക് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. 10 സ്ക്വയർ 10 + അരയാണ് വരേണ്ടത് അല്ലേ. 10 + അരയാണ് ഹോംവർക്ക് വരേണ്ടത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും, കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ. അപ്പൊ നമ്മുടെ സമയം കുറച്ച് കഴിഞ്ഞു പോയല്ലേ. 8:02 അല്ലേ. ഓക്കെ, എന്താണ് സാർ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അവസാനിപ്പിച്ചാലോ ഇന്നത്തെ പരിപാടി?
ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം, ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ഇന്ന് ഇപ്പോൾ അവധി ദിവസമാണ്, അപ്പോൾ നല്ലോണമൊക്കെ ആഘോഷിക്കാം കേട്ടോ. ഓക്കെ, ഇനി പഠിക്കുകയും കൂടി വേണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം ടാസ്ക് കൊണ്ടുവരാടാ. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ടാറ്റ ബൈ ബൈ. ഡൗട്ട് ഉള്ളവർ നിൽക്കാം കേട്ടോ.